ഹലോ ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് വരട്ടി ഇതാണ്. നമുക്കിത് എളുപ്പത്തിലുണ്ടാക്കാം. ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചി അരച്ച് ഇതുപോലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കറിയിൽ ചേർത്താൽ മതി. ഇനി ബീഫ് വേവിക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മല്ലിയില, പുതിയനില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, വെളിച്ചെണ്ണ ഒഴിച്ച് കൂട്ടി തിരുമാം. പിന്നെ ബീഫ് വേവിക്കുന്നത് നിങ്ങൾക്കറിയാലോ. ആദ്യം തീ കൂട്ടിയിടുക. ഒരു 3-4 വിസിൽ കേട്ടതിന് ശേഷം തീ കുറച്ചിടുക. 2-3 വിസിൽ കേട്ടതിന് ശേഷം ഓഫ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വേവിക്കുമ്പോൾ ബീഫ് നന്നായി സോഫ്റ്റായി വേവും. ഇതുപോലെ ബീഫ് വേവിച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കാച്ചാം. വെളിച്ചെണ്ണ ചൂടായാൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് പച്ചമണം മാറിയതിന് ശേഷം ചുവന്നുള്ളി ഇടാം. ഞാൻ ചോപ്പറാട്ട യൂസ് ചെയ്യുക. അതാകുമ്പോൾ എളുപ്പം പണി കഴിയും, അരിഞ്ഞ് സമയം കളയണ്ട. ഞാനിതും ചോപ്പർ തന്നെയാണ് യൂസ് ചെയ്തത്. മിക്സി ഉള്ളവർക്ക് മിക്സിയിൽ അരച്ച് ചേർക്കാം. ചുവന്നുള്ളി മുരിഞ്ഞതിന് ശേഷം തക്കാളി, പച്ചമുളക്, മല്ലിയില, ചുവന്നുള്ളി ഇട്ട് വഴറ്റുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ മസാലപ്പൊടിയും വേപ്പിലും ഇടുക. ഇതുപോലെ ബീഫ് കുരുമുളക് ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് മണക്കാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ബീഫ് ഇട്ട് ഇളക്കി മറിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി. ഇതിൻ്റെ ഇടയിൽ ഞാൻ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഞാൻ വെച്ചോണ്ട് പറയല, അടിപൊളിയുണ്ട്. പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി മല്ലിയില വിതറ. ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയും കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് റോസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പും കൂടി ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തോളൂ. ഓക്കെ, ബൈ.